ഓക്കെ ഗൈസ്, ഇവിടെ ഞാനേ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചുട്ടാ. ഇത് പിന്നെ ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. ഇതാ മറ്റേ നിഞ്ച H2R. രാജുവേട്ടാ രാജുവേട്ടാ, ഇത് നോക്കിയേ, ഞാൻ പുതിയ ബൈക്കൊക്കെ മേടിച്ചു. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഏത്? ഇതാ ഇതാ മറ്റേ നിഞ്ച H2 അല്ലേ? ഈ പേട്ട വണ്ടിയാണോ നീ മേടിച്ചേ? പേട്ട വണ്ടിയാ? രാജുവേട്ടാ, ഈ ബൈക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഈ ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവാ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൈക്കാ. ഇതിനെയാണോ പേട്ട ബൈക്ക് എന്ന് പറഞ്ഞേ? എടാ ജാക്കേ, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, അവനും ഇതേപോലത്തെ ഒരു ബൈക്ക് മേടിച്ചു. അത് പക്ഷെ സാധാരണ ബൈക്കല്ല, അത് RGB ബൈക്കാ. RGB H2R. നീ വേണമെങ്കിൽ ആ TV ഓണാക്കി നോക്കി നോക്ക്, അന്നേരം കാണാൻ പറ്റും. ഏ RGB ബൈക്കാ? ഒരു മിനിറ്റ്, ഞാൻ TV ഓണാക്കി നോക്കി നോക്കട്ടെ. ഗൈസ്, ഇത് കണ്ടില്ലേ? നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലേ 3 ബൈക്കുണ്ട്. ആ 3 ബൈക്കും നിഞ്ച H2R. ഇത് പിന്നെ കണ്ടില്ലേ, ഇത് സാധാരണ ബൈക്കല്ല, ഇത് RGB ബൈക്കാ. ഈ ബൈക്കിൽ ഇഷ്ടം പോലെ കളർ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. എന്തുട്ടായാലും സംഭവം നൈസ് ബൈക്കാണ് കേട്ടാ. ഈ ബൈക്ക് കാണാനേ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ബൈക്കാ. രാജുവേട്ടാ, എന്നാലും സംഭവം കൊള്ളാണ്ടാ, നൈസായിട്ടുണ്ട്. അതിപ്പോ ഒരു വെറൈറ്റി ബൈക്കായിട്ട് മാറിയേക്ക. എന്നാ പിന്നെ നമുക്കേ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിലും ഒരു H2R ഉണ്ട്. നമുക്ക് ഈ ബൈക്കും കൂടി മോഡിഫൈ ചെയ്യാം. നമുക്ക് അതേപോലെ RGBക്ക് മാറ്റാം. എന്നാ പിന്നെ നമുക്കേ നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. എന്നിട്ട് ഈ ബൈക്ക് അങ്ങ് മോഡിഫൈ ചെയ്യാം. അല്ല, ഇതെന്തത്? എൻ്റെ വീട്ടിൽ കുറച്ച് ഗുണ്ടകൾ വന്നേക്കാണല്ലോ. ഇവർ ബസ്സിലാണോ വന്ന്? ഈ ബസ് എൻ്റെ അല്ല. അല്ല ചേട്ടന്മാരെ, നിങ്ങളെന്താ ഇവിടെ? എന്താ കാര്യം? എടാ ജാക്കേ, നീ പുതിയ ബൈക്കൊക്കെ മേടിച്ചില്ലേ? നിഞ്ച H2R. ഈ ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അതെ, ഒരു കാര്യം ചെയ്, ആ ബൈക്ക് ഇങ്ങ് നമുക്ക് തന്നേക്ക്. നമുക്ക് ഈ ബൈക്കേ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായ? അതിനിപ്പോൾ ഞാൻ എന്തൊട്ട് ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾക്ക് ഈ ബൈക്ക് തരാൻ പോണില്ല. ഇതെൻ്റെ ബൈക്കാ. ഈ ബൈക്ക് ഭയങ്കര എക്സ്പെൻസീവാ. എടാ ജാക്കേ, മര്യാദയ്ക്ക് ആ ബൈക്ക് ഇങ്ങ് തന്നേക്ക്. നമ്മൾ ആ ബൈക്ക് ഇങ്ങ് എടുത്തോണ്ട് പൊക്കോളാം. നമ്മൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഇല്ലെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോണെന്ന്. നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. ആണോ? എന്തേ, പേടിപ്പിക്കാണോ? അതെ, നിനക്ക് ഞാൻ ആരാന്ന് ശരിക്കും അറിയില്ല. എന്നാ പിടിച്ചോ. എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാൻ വന്നേക്കണ്. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? എൻ്റെ ബൈക്ക് പൊട്ടിത്തെറിച്ചല്ലോ. ഓ, ഞാനിപ്പോൾ നിന്നെ RPG ഫയർ ചെയ്തേ. എൻ്റെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നു. അത് വെച്ച് ഫയർ ചെയ്താൽ മതിയായിരുന്നു. ഇത് പിന്നെ കണ്ടില്ലേ, പോലീസുകാരും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ഇതിപ്പോൾ ശരിക്കും ഇരട്ടിപ്പണിയേക്ക. നമുക്കിവിടെ 5 സ്റ്റാറാ മാർക്കറ്റ് ലെവൽ കിട്ടിയേ. ഇനിയിപ്പോൾ പോലീസുകാർ നമ്മളെ വെറുതെ വിടില്ല. നമുക്കപ്പോൾ ഇവന്മാരെയൊക്കെ തീർത്തളയാം. ഒരൊറ്റണത്തിന് വെറുതെ വിടണ്ട. എടാ ജാക്കേ, നീ എന്നിട്ട് പണി കാണിച്ചേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ പിടിച്ചേ ജയിലിലിടും. എൻ്റെ അമ്മേ. ആ ബെസ്റ്റ്, ഇയാളാണ് എന്നെ പിടിച്ച് ജയിലിലിടാൻ പോണേ. ഓ, ഈ സിറ്റിയിൽ നിറച്ച് പോലീസുകാരാണല്ലോ. എന്തപ്പോൾ ചെയ്യേ? എങ്ങനെ രക്ഷപ്പെടാ? ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നല്ലേ ശരിയാവില്ല ഏട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പോലീസിൻ്റെ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം. അതെ, നമുക്ക് ഈ വണ്ടിയുടെ കളർ മാറ്റാം. അങ്ങനെയാകുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവില്ല. നമുക്ക് റെഡ് കളർ കൊടുക്കാം. റെഡ് കളർ വലിയ കുഴപ്പമൊന്നുമില്ല. ഏയ്, ഇതെന്തത്? പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നാ? ഇവർക്കപ്പോൾ മനസ്സിലായി ഞാൻ ഇവിടെ നിൽക്കണേന്ന്. ഇവരുടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ട്? ഇവർ നമ്മുടെ പിന്നാലെ വിടില്ല. ശല്യങ്ങള്. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. എല്ലാവരും ചാവ്. ഇവന്മാർ കാരണം എൻ്റെ ബൈക്ക് പോയി. അത് എക്സ്പെൻസീവ് ബൈക്കായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ മാട്ടെല്ലാവരൊക്കെ പോയി കാണട്ടാ. പോലീസുകാരൊക്കെ പോയി. ആ മറ്റേ വണ്ടിക്കും തീ പിടിച്ചോട്ടാ. ഇനിയിപ്പോൾ നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഈ ബസ് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഒരു പുതിയ ബൈക്ക് ഇങ്ങ് മേടിക്കാം. ഇനിയിപ്പോൾ ഷോറൂമിൽ ആ ബൈക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഏട്ടാ. ഞാൻ നേരത്തെ ഷോറൂമിലേക്ക് പോയില്ലേ, അന്നേരം ഒരു ബൈക്ക് മാത്രമേ സ്റ്റോക്കിലുണ്ടായിരുന്നുള്ളൂ. ആ, ഇനിയിപ്പോൾ സ്റ്റോക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഷോറൂമിൽ വേറെ ബൈക്ക് ഉണ്ടാവില്ലേ? ഹയാബൂസിയാ RCയാ അങ്ങനത്തെ വല്ല ബൈക്ക് മേടിക്കാം. നിഞ്ച തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ,
നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇവിടെ ഒരു ഗോൾഡൻ ഫോർച്യൂണർ ഉണ്ട്. അതാരാണോ ബുക്ക് ചെയ്തേ? ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ ഇഞ്ചിയും ഇരിക്കണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ആ ബൈക്ക് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ ഡെലിവറി എടുക്കാം. അല്ല, പോലീസുകാർ ഇവിടെയും വന്നൂലോ. എടാ ജാക്കേ, നീ എന്താ വിചാരിച്ചേ? പോലീസുകാരൊക്കെ മണ്ടന്മാരാന്നാ? നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്നും മിക്കവാറും നിന്റെ കാര്യത്തിലേ ഒരു തീരുമാനമാവും. വായോ, നമുക്ക് ജയിലിലേക്ക് പോവാം. ജയിലില്ല? നിങ്ങൾ എവിടെ നിന്നാ വരണേ? എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കണ്. എന്നെ അറസ്റ്റ് ചെയ്യാനേ ഇവിടെ ഒരു പോലീസുകാർക്കും ധൈര്യമില്ല. അല്ല പിന്നെ, നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്കേ ഇതിനെ ഡെലിവറി എടുക്കാം. ഇത് പിന്നെ പച്ച കളറില്ല. ഞാൻ നേരത്തെ മേടിച്ചപ്പോഴും പച്ച കളറിലായിരുന്നു. നമുക്കപ്പോൾ ഈ ബൈക്കിൻ്റെ കളർ മാറ്റാം, എന്നിട്ട് RGB ആക്കാം. RGB ആക്കിയാലേ ഇതിൽ പിന്നെ എല്ലാ കളറും കാണിക്കും. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, വയലറ്റ് എല്ലാ കളറും കാണിക്കും. അത് കാണാനായിട്ട് നല്ല രസമുണ്ട്. രസമുണ്ടാവുമെന്ന് വിചാരിക്കണു. ഇവിടെ ഇപ്പം നമുക്കേ RGB കൊടുക്കാട്ടാ. ഇവിടെ ഇഷ്ടം പോലെ കളറുണ്ട്, പക്ഷേ RGB കാണാല്ലേട്ടാ. ഇവിടെ സിംഗിൾ കളർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ RGB അടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നേ. തൽക്കാലം നമുക്ക് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് കളർ വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെയാ ചെയ്യണ്ടേ? വേറെ എന്ത് മോഡിഫിക്കേഷൻസ് ചെയ്യുക? നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. ടയർ സ്മോക്ക് നമുക്ക് ഗ്രീന് കൊടുക്കാം. ഗ്രീന് മതി. എന്നാലും RGB കിട്ടിയില്ല ഏട്ടാ. അതെ, നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിക്കാം. ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ടേ ഒരു ബൈക്ക് തരുമെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ പിന്നെ കണ്ടതല്ലേ, ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ 2-3 ബൈക്ക് ഉണ്ട്. ഒരെണ്ണം തരുമെന്ന് ചോദിച്ചു നോക്കാം. എടാ ജാക്കേ, നീ ആയിരുന്നാ? എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്ക്ലിനെ, അത് പിന്നെ നിന്റെ കയ്യിൽ മറ്റേ RGB ബൈക്കില്ലേ, അതെനിക്ക് ഒരെണ്ണം തരാൻ പറ്റുമോ? നിന്റെ കയ്യിൽ പിന്നെ 2-3 ബൈക്കില്ലേ, ഒരെണ്ണം മാത്രം മതി. ആണോ? അതിനിപ്പോൾ എന്താ, ഞാൻ നിനക്ക് തരാലോ. നീ എപ്പോൾ വീട്ടിലെന്നെ നിന്നാൽ മതി, ഞാൻ ദേ ബൈക്കും കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഫ്രാങ്ക്ലിനെ വിളിച്ചേക്കാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ നമുക്കേ ഒരു ബൈക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ടേ ഈ ഒരു ബൈക്ക് അവന് കൊടുക്കാം. ഇതും H2R തന്നെയാണ്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അത് മതി. അവൻ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളിതേ വീട്ടിലെത്തി. എന്തായി ഫ്രാങ്ക്ലിൻ വന്നാ? അവൻ ഇങ്ങോട്ടേക്ക് വരാനേ കുറച്ച് ടൈം എടുക്കും. നമുക്കപ്പോൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. 2 hours later. ഓക്കെ, ഇവിടെ എങ്ങനെ ഫ്രാങ്ക്ലിൻ വന്നേക്കാണ് കേട്ടാ. RGB ബൈക്കും കൊണ്ട് വന്നു. എടാ ഫ്രാങ്ക്ലിനെ, നീ ഒരു കാര്യം ചെയ്യ്. എൻ്റെ ഈ ബൈക്കില്ലേ, അത് നീ എടുത്തോ. അതിന് പകരം നിന്റെ ബൈക്ക് ഇങ്ങ് തന്നേക്ക്. ആടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ ബൈക്ക് നീ എടുത്തോ. ഞാൻ പിന്നെ നിനക്ക് മാത്രം തരുള്ളൂ, വേറെ ആർക്കും അങ്ങനെ കൊടുക്കാറില്ലേ. നീ പിന്നെ എൻ്റെ കൂട്ടുകാരനല്ലേ. എന്തെങ്കിലും ആവട്ടെ,